വിഷുവിന് വരവേറ്റ് ഇരിങ്ങോൾ നാഗച്ചേരിമന പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുമിച്ച് വിഷു ആഘോഷിക്കാവുന്ന രീതിയിലാണ് നാഗച്ചേരിമനയിലെ ഒരുക്കങ്ങൾ. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും സദ്യയും പടക്കം പൊട്ടിക്കലുമൊക്കെയായി വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് മലയാളികൾ. ഓരോ മലയാളിയുടെയും ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾക്ക് നാഗഞ്ചേരിമനയും ഒരുങ്ങിക്കഴിഞ്ഞു. പഴയ രീതികളിൽ നിന്ന് പുതിയ തലമുറ വളരെയധികം മാറിയിരിക്കുന്നു. ഫോട്ടോഷൂട്ടും സെൽഫിയുമൊക്കെയായാണ് ഇന്നത്തെ തലമുറ അവരുടെ ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരേപോലെ ആസ്വദിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായി വിഷുക്കണിയൊരുക്കി നടുമുറ്റം അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചാണ് ഇരിങ്ങോൾ നാഗഞ്ചേരിമന സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത്. ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ എം.കെ. അബ്ദുൽ സത്താറിന്റെ നേതൃത്വത്തിൽ കുട്ടികളുമായി അധ്യാപകരും രക്ഷകർത്താക്കളും നാഗഞ്ചേരിമന സന്ദർശിച്ചു. നടുമുറ്റവും പത്തായവും നിലവറയുമൊക്കെ മലയാളികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം.കെ. അബ്ദുൽ സത്താർ അറിയിച്ചു. നാഗഞ്ചേരി മനയിൽ ഇന്ന് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്ദർശിച്ചു. വളരെ മനോഹരമായി ഈ മനയിൽ വിഷുവിൻ്റെ ഒരു പ്രതീതി അനുഭവിക്കത്തക്ക രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ അധികാരികൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. തീർച്ചയായും വിഷു ഒരു സമത്വത്തിൻ്റെ സമഭാവനയുടെ ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. രാവും പകലും ഒരുപോലെയായി മാറുന്ന പ്രകൃതിയുടെ തന്നെ വളരെ മനോഹരമായ ഒരു നിമിഷമാണ് വിഷു നമുക്ക് നൽകുന്നത്. ഒരുപക്ഷേ മലയാളത്തിലെ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പഴയ ചിന്തകളെ മാറ്റി പുതിയ നല്ല ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ള ഒരു നല്ല സമത്വബോധത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷു നമുക്ക് നൽകുന്നത്. ഈ നാഗഞ്ചേരി മനയിൽ നിന്ന് നമ്മൾ കുട്ടികളെ കൊണ്ട് അധ്യാപകരൊക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് രക്ഷിതാക്കളോടും അധ്യാപകരോടുമൊക്കെ ഈ സമ്മർ വേനലവധി കാലത്ത് വീട്ടിൽ മൊബൈൽ കളിച്ചുകൊണ്ട് മുഴു സമയവും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായി സമയം ചെലവഴിക്കുന്ന കാലത്ത് രക്ഷിതാക്കൾക്ക് തങ്ങളുടെ പിഞ്ചുമക്കളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോവുകയും വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു ദിവസം സന്തോഷകരമായി മാറ്റാനും കഴിയുന്ന ഒരവസരമായി ഈ നാഗഞ്ചേരി മന മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ഈ നാഗഞ്ചേരി മന നമ്മുടെ കുഞ്ഞുങ്ങൾ യുവതലമുറയൊക്കെ കാണേണ്ടതാണ്. കേരളത്തിൻ്റെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് ഇന്നും ബാക്കി നിൽക്കുന്നു. നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെയും നമ്മുടെ സമ്പന്നമായ ഒരു ഭൂതകാലത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതീതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലും ഫ്ലാറ്റുകൾക്കിടയിലും ഒക്കെ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഓടിട്ട ഈ നാലുകെട്ട് മാതൃകയിലുള്ള ഈ നാഗഞ്ചേരി മനയും ഇതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ പൗരാണികതയുമൊക്കെ നമ്മെ കൂടുതൽ നമുക്ക് സമൃദ്ധമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നുവെന്നും എല്ലാത്തിലുമുപരി മനുഷ്യൻ സമത്വത്തോടു കൂടി ജീവിക്കേണ്ടതാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും നാഗഞ്ചേരി മനയുടെ ഭരണാധികാരികൾക്ക് ഇത്തരത്തിൽ ഇതിനെ മനോഹരമായി അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുന്നു. ഊഞ്ഞാലാട്ടമൊക്കെയായി പഴയ ഗ്രഹാതുരത്വം വിളിച്ചോതി നാലഞ്ചേരിമന വിഷു ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം പകരുകയാണ്. വിഷു ദിവസങ്ങളിലെ തിരക്ക് പ്രമാണിച്ച് കല്യാണം, സേവ് ദി ഡേറ്റ്, ഫോട്ടോഷൂട്ട് എന്നിവയ്ക്കെത്തുന്നവർ മുൻകൂട്ടി അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.